ബിസിനസ് ചെയ്യുക എന്നുള്ളത് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. ഹെവി റിസ്ക്കാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടും എല്ലാവരുടെ ഉള്ളിലും ഒരാഗ്രഹം ഉണ്ടാവും ബിസിനസ് ചെയ്യണമെന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും അത്? റിസ്ക് എടുക്കാൻ ഏതറ്റം വരെ പോകാനും തയ്യാറുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും റിച്ചായി ജീവിക്കാൻ കഴിയുക ബിസിനസ്മാനുകാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങിക്കെടുക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ പൈസ വീഴണമെങ്കിൽ ബിസിനസ് തന്നെ വേണം. എലോൺ മസ്കിൻ്റെ ഒരു മിനിറ്റിൽ വരുന്ന ഇൻകം എന്ന് പറയുന്നത് ഏതാണ്ട് $10,000 മുകളിലാണ്. അത്രയൊന്നുമല്ല, പക്ഷേ ആവറേജ് പറയുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ വരുന്ന ഇൻകം. അതാണ് ബിസിനസ്സിൻ്റെ പവർ എന്ന് പറയുന്നത്. പക്ഷേ വ്യക്തമായ ആസൂത്രണവും പഠനവും ഇല്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലോ നേരെ വിപരീത ഫലമാണ് ഉണ്ടാവുക. ഈ AI കാലഘട്ടത്തിലും ന്യൂ ജനറേഷൻ യുവാക്കൾ വരെപ്പോഴും ട്രഡീഷണലായ ബിസിനസ് തുടങ്ങുമായി ബന്ധപ്പെട്ട് ധാരാളം ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അവരുടെ വീടിനടുത്ത ടൗണിൽ ഒരു കടമുറി ഒഴിവുണ്ട്, അവിടെ ഒരു ജെൻ ഷോപ്പ് തുടങ്ങണം, ലേഡി ഷോപ്പ് അല്ലെങ്കിൽ ബേക്കറി, ഇങ്ങനെയൊക്കെ ഇപ്പോഴും പുതുതായി ഒന്നും ചിന്തിക്കാതെ അപ്പോഴേ ട്രഡീഷണൽ ലെവലിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ബിസിനസ് എന്നാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. സൊമാറ്റോ ചെയ്തത് അതാണ്, ഓല ചെയ്തത് അതാണ്, ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ചെയ്തത് അതാണ്. കേവലം ഒരു മൊബൈൽ ഫോണും ഒരു നെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ അവസരമുള്ള ഒരു ലോകത്ത് ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മളിപ്പോഴും എങ്ങനെയും ട്രഡീഷണലായിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിയാൻ വീട്ടിലെത്തണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ബിസിനസ് തുടങ്ങാൻ നടന്നു കഴിഞ്ഞാൽ വിജയിക്കുക എന്നുള്ളത് വളരെ റയറാണ്. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും, ഞാൻ സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം, കണ്ടിന്യൂസ് ആയിട്ട് പറയാം, ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, സീരിയസ് ആയിട്ട് ബിസിനസ് തുടങ്ങാൻ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റികൾ. നമ്പർ 1 പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. നല്ലൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് വേണം. നമ്മുടെ ഇന്നർ സ്ട്രെങ്ത്തിൽ നമുക്ക് വിശ്വാസം വേണം. നമ്മുടെ മൈൻഡിനെ ഗ്രോത്തായിട്ട് കാണാൻ നമുക്ക് കഴിയണം. എന്നാൽ ആ തിങ്കിങ് പവറിലൂടെ പുതിയ ആശയങ്ങൾ കണ്ടെത്താനൊക്കെ നമുക്ക് കഴിയും. അപ്പോൾ അത്തരത്തിലൊരു മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. എന്താണോ തുടങ്ങാൻ പോകുന്നത് അതിനെപ്പറ്റി പഠിച്ച് മൈൻഡ് അതിലേക്ക് സെറ്റാക്കി എടുക്കണം. നമ്മൾ പതറരുത്. രണ്ടാമത്തെ കാര്യം, പഠിക്കാനുള്ള താല്പര്യം വേണം. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. ബിസിനസ്സിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ ഒരിക്കലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത്. ഏത് ഇൻഡസ്ട്രിയിലാണോ നമ്മൾ ഇറങ്ങുന്നത് അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് വെർഷനിലേക്ക് എത്താനും ഫ്യൂച്ചറിൽ എന്താണ് അതിൽ മാറ്റം വരുന്നതെന്നുള്ളതും ഓരോ ദിവസവും നോക്കി കണ്ടുകൊണ്ട് പഠിക്കാനും അതിലെ ബിസിനസ് ആശയം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. എന്നിട്ട് അതിലെ ആ പഠിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ബിസിനസ്സിനെ കൺവേർട്ട് ചെയ്ത് അതിലേക്ക് എത്തിക്കാൻ കഴിയണം. മൂന്നാമത്തെ കാര്യം ധൈര്യമാണ്. ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തും നേരിടാനുള്ള കരുത്തും ധൈര്യം വേണം. പറ്റരുത്. എന്ത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് വേണം. ഇന്നത് ഫേസ് ചെയ്യുമ്പോൾ നാളെ അതിനേക്കാൾ നല്ലത് വരും എന്നുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് പോകാൻ കഴിയണം. നാലാമത്തെ കാര്യം സെൽഫ് കോൺഫിഡൻസാണ്. നല്ല കോൺഫിഡൻസ് വേണം. ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ബിസിനസ്സിൽ. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തീരുമാനം എടുക്കേണ്ട സമയത്ത് റൈറ്റ് തീരുമാനം എടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മിൽ വേണം. നമ്മളൊരു ബിസിനസ്സാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ജന്മനാ ഇല്ലാത്ത കഴിവാണെങ്കിലും പിന്നീട് എക്സ്പീരിയൻസ് നമ്മൾ ഡെവലപ്പ് ആയിക്കോളും. അപ്പോൾ വരും ദിവസങ്ങളിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പുതിയ ടിപ്സുകളായിരിക്കും. താല്പര്യമുള്ളവർ പേജ് ഫോളോ ചെയ്യും.